എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ സീസൺ 7 നമ്മളെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു ടെലിവിഷൻ ഷോ എന്നുള്ള നിലയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രത്യേക വിഷയം തന്നെയാണത്. ഞാൻ സ്ഥിരമായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും സീസൺ ഉണ്ടായിട്ടും ആദ്യമായിട്ടാണ് ഒരു സീസൺ മുഴുവനായിട്ടും കാണുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയാം. കാരണം പ്രധാനമായിട്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിൻ്റെ മത്സരാർത്ഥികളാണ്, പിന്നെ അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ ലാലേട്ടൻ്റെ ഫയർ, ഇതെല്ലാം ഒരുമിച്ച് നമ്മൾ കാണുന്നത് ആദ്യമായിട്ടാണെന്ന് പറയാം. ഞാനിത് വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കണ്ടൊരു എപ്പിസോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കാരണം ഈ കിച്ചൺ എന്ന് പറയുന്നത് വളരെയധികം ഭക്ഷണം നൽകുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്യുന്ന ഒരാൾ അനുമോളാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ബിഗ് ബോസിൽ എല്ലാവരും വളരെ നല്ല രീതിയിൽ അനുമോദിക്കുകയും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ടേസ്റ്റ് ഉണ്ടെന്ന് പറയുകയും ചെയ്ത ഒരു വ്യക്തിത്വം അനുമോൾ തന്നെയാണ്. പക്ഷേ ഇന്നലെ കണ്ട ഒരു സീസൺ വളരെ മോശമായിട്ട് തോന്നി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പിന്നെ ഭക്ഷണം എല്ലാവർക്കും വിളമ്പി കൊടുത്ത് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വലായിട്ട് വിളമ്പിയതായിട്ട് കണ്ടു. അതിനുശേഷം അതിൽ വെറുതെ ആവശ്യമില്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് നൂറെ പോലുള്ള ആളുകളൊക്കെ അത് ഇത്തരത്തിൽ വളരെ മോശമായിട്ട് ഈ കുട്ടിയോട് കള്ളിയെന്നും നുണച്ചി എന്നൊക്കെ പറഞ്ഞ രീതിയിൽ സംസാരിക്കുമ്പോൾ നമുക്ക് തീരെ വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാത്തവരായിട്ട് നമുക്ക് തോന്നി. ആ ഒരു സമയത്ത് അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും തന്നെ ഈ കുട്ടിയുടെ എതിരായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു ഭക്ഷണം വിളമ്പുന്ന ഒരു വ്യക്തിയോട് കാണിക്കുന്ന ഒരു മര്യാദ, ഭക്ഷണത്തിന് മുമ്പിൽ ക്ഷമയോടുകൂടി ഇരിക്കണം, അല്ലെങ്കിൽ അത് കഴിച്ച് സന്തോഷമായിട്ട് ഇരിക്കണം എന്നുള്ളതിനുപരി ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കിയിട്ടുള്ളത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരു തീരെ സംസ്കാരമില്ലായ്മയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. എല്ലാവരും കൂടെ ഒരാളെ വ്യക്തമായിട്ട് ഈ കുട്ടി അനുമോളെ വളരെ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നി ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ നിസ്സാരമായിട്ട് ഒരു കാരണം പോലും ഇല്ലാത്തൊരു കാര്യത്തിനാണ് ഇത്തരത്തിൽ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഞാൻ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളല്ല. കാരണം ഇതൊരു ഗെയിമാണ്. ഈ ഗെയിം എന്ന് പറയുന്നതിൽ നമുക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. കാരണം ഉണ്ടായിട്ട് വലിയ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം ഗെയിം ഓൾമോസ്റ്റ് ഓരോ വീക്ക് നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തി ഔട്ടായി പോവുകയും നമ്മൾ കാണാത്തൊരു വ്യക്തി ഇന്നാവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. കാരണം ഒരാൾ മാത്രമേ വിന്നർ ആവുകയുള്ളൂ. അത് ആര് വേണേലും ആവാം. പക്ഷെ അതിലെ നല്ല കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ തീരെ മോശമായിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒറ്റയ്ക്കിരുന്ന് മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറയുകയോ ഒന്നും ചെയ്യാത്തൊരു കഥാപാത്രമാണ് അനുമോളെ എനിക്ക് തോന്നിയത്. അനീഷും അതെ. അപ്പം പക്ഷെ ബാക്കിയുള്ളവർ മുഴുവനും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു തരം മോശം സംസ്കാരത്തിലുള്ള ഒരു ബിഹേവിയറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും കപ്പടിക്കാനുള്ളൊരു യോഗ്യത എന്ന് പറയുന്നത് അനുമോൾക്ക് തന്നെയാണ്. ഇത് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ പറയുന്ന ഭക്ഷണത്തിന് വേണ്ടി തമ്മിലടി നടക്കുന്ന സമയത്ത് എത്ര മോശ സംസ്കാരമാണ് മലയാളികൾ സൂക്ഷിക്കുന്നത് എന്നുള്ളൊരു ബോധം ഉള്ളിൽ വരികയാണ്. ശരിക്കും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇന്നൊരു പ്രയോജനവും ഇല്ല. അത് അവരുടെ ക്യാരക്ടറിലും സംസ്കാരത്തിലും കാണിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷമം തോന്നുന്നു ശരിക്കും.